അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മിക്കവർക്കും തിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഇക്വേഷൻസിലൊന്നും ഒരു സംശയമൊക്കെ വരുന്നൊരു ഭാഗമാണ്. പക്ഷേ എളുപ്പമാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യം ഓർക്കണം. ഒന്ന്, നമ്മൾ സർക്കിൾസിൽ പഠിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ട്. ഒരു സർക്കിളിൽ, ആ സർക്കിളിൽ ഒരു സെൻറ്റർ നമ്മൾ ഒരു കോഡ് വരച്ചിട്ട് ഈ കോഡ് ഇങ്ങനെ പുറത്ത് കൂട്ടി മുട്ടിക്കുവാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു, ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഈ പുറത്ത് കൂട്ടിമുട്ടിരിക്കുന്ന പോയിന്റ് പി എന്നെടുത്തു. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടാൻജന്റുകൾ, തൊടുവരകൾ വല്ലതും ഉണ്ടോ? ഇല്ല. ഇതിൻ്റെ അകത്ത് എല്ലാം എന്താണ്? ലൈനാണ്, വെറും രേഖകളാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഇതേ പി, ആദ്യത്തെ ലൈൻ നോക്കുക, പി മുതൽ എ വരെയും പിന്നെ പി മുതൽ ബി വരെയും, പി മുതൽ എ, പി മുതൽ ബി, അങ്ങനെ എടുക്കുക. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു അടുത്ത ലൈൻ എടുക്കുക, പി സി ഇൻറ്റു പി ഡി, കംപ്ലീറ്റ് എടുക്കണേ. പി സി ഇൻറ്റു പി ഡി, പി സി ഇൻറ്റു പി ഡി ആണ്, സി ഡി അല്ല. ഇത് നമ്മൾ സർക്കിൾസിൽ, വൃത്തങ്ങളിൽ പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന രണ്ട് വരകളും ശ്രദ്ധിച്ച്, ഇവിടെ വന്നിരിക്കുന്ന രണ്ട് വരകളും അതെന്താണ്? ടാൻജന്റ് അല്ല. എന്ത് സാധനമാണ്? ലൈനാണ് അല്ലെങ്കിൽ രേഖയാണ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ, അതായത് ടാൻജന്റിൽ ആദ്യം പഠിച്ചൊരു കാര്യമുണ്ട്. ഇത് ശ്രദ്ധിച്ച്, ഒരു സർക്കിൾ വിത്ത് ഒരു സെന്റർ. ഈ സർക്കിളിന്റെ പുറത്തുനിന്നൊരു പോയിന്റിൽ നിന്നും എത്ര ടാൻജന്റുകൾ സർക്കിളിലേക്ക് വരയ്ക്കാം? 2 ടാൻജന്റുകൾ വരയ്ക്കാം. അപ്പൊ അതിന്റെ പേര് എ ബിയും പേര് എ പി ബി. അപ്പൊ 2 ടാൻജന്റുകൾ സർക്കിളിലേക്ക് വരയ്ക്കാം. അതിന്റെ പേര് പി എയും പി ബിയും എന്ന് എടുത്താൽ ഇത് രണ്ടും എന്തായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു? പി ബിയും പി എയും ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ആദ്യം വരച്ചത് രണ്ടും ലൈനുകളാണ്. അതിന്റെ ഇക്വേഷൻസ് എന്താണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ പി സി ഇൻറ്റു പി ഡി. ഇപ്പൊ വരച്ചിരിക്കുന്നത് രണ്ടും ടാൻജന്റുകളാണ്. രണ്ടും ടാൻജന്റ് വന്നാൽ എന്താണ്? രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി ഞാൻ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തൊരു സാധനം വരയ്ക്കുവാണ്. ഇത് ശ്രദ്ധിച്ചേ, ഒരു സർക്കിൾ, ആ സർക്കിളിനൊരു സെന്റർ കേട്ടല്ലോ, എന്നിട്ട് പുറത്തൊരു പോയിന്റ് എടുത്തു. ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഈ പോയിന്റിലേക്ക് ഞാൻ ആദ്യം ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഒരു ലൈൻ വരച്ചു. ഇനി ഞാൻ വരയ്ക്കുന്നത് ഒരു ടാൻജന്റ് ആണ് കേട്ടല്ലോ. ഇനി ഞാൻ വരയ്ക്കുന്നത് എന്താണ്? ഒരു ടാൻജന്റ് ആണ്. അപ്പൊ ശ്രദ്ധിച്ചേടാ, ഞാൻ ഒരു എക്സ്റ്റേണൽ പോയിന്റ് എടുത്തു. ആ പോയിന്റിൽ നിന്ന് ഒരു ലൈനും ഒരു ടാൻജന്റും വരച്ചു, ഒരു രേഖയും ഒരു തൊടുവരയും വരച്ചു. രണ്ടും ടാൻജന്റ് ആണെങ്കിൽ, രണ്ടും തൊടുവരയാണെങ്കിൽ രണ്ടും ഈക്വൽ. രണ്ടും ലൈൻ, രണ്ടും രേഖയാണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇവിടെ ഒരു ലൈനും ഒരു ടാൻജന്റുമാണ്. അപ്പൊ നമ്മൾ പേര് കൊടുക്കുകയാണ് പി എ ബി സി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ ടാൻജന്റ് ഏതാണ്? ടാൻജന്റ് ഏതാണ്? തൊടുവര ഏതാണ്? പറഞ്ഞേ. പി സി ഇതല്ലേ തൊടുവര? ഇതല്ലേ പി സി? പി സി ആണ് തൊടുവര. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലൈനും ഈ ടാൻജന്റും രേഖയും ഈ തൊടുവരയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ലൈൻ കൺസിഡർ ചെയ്യുക, പി എ ബി. ഇതിനെ നേരത്തെ അവിടെ ഇൻറ്റു ചെയ്ത പോലെ പി എ ഇൻറ്റു പി ബി കംപ്ലീറ്റ് എടുക്കണേ. പി എയും എ ബി അല്ല, പി എ ഇൻറ്റു പി ബി എടുക്കണം. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു ലൈൻ എടുത്തു. ഇനി ടാൻജന്റ് എടുക്കണം. ടാൻജന്റ് വെറുതെ എടുത്താൽ പോരാ, ടാൻജന്റിന്റെ സ്ക്വയർ എടുക്കണം, അല്ലെങ്കിൽ തൊടുവരയുടെ വർഗം എടുക്കണം. ഇങ്ങനെയാണ് ആ ഇക്വേഷൻ എഴുതേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലൈനും ഒരു ടാൻജന്റും വന്നാൽ, ഒരു രേഖയും ഒരു തൊടുവരയും വന്നാൽ ഇക്വേഷൻ എന്താണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. പി സി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തിന്റെ സ്ക്വയർ ആണ്? ടാൻജന്റിന്റെ സ്ക്വയർ എടുക്കണം. വേറൊരു ഇക്വേഷൻ നോക്കാം. ശ്രദ്ധിച്ചേ, ഒരു സർക്കിളിൽ ഒരു സെന്റർ, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇങ്ങോട്ടേക്ക് ഒരു ടാൻജന്റും വരച്ചു. ഇതിനൊരു പേര് കൊടുക്കാം, എം എൻ പി ക്യൂ. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എങ്ങനെ പറയും? ആദ്യം ലൈൻ എടുക്കുക അല്ലേ, എം എൻ ഇൻറ്റു എം പി, എം എൻ ഇൻറ്റു എം പി ഈക്വൽ ടു ഇവിടുത്തെ ടാൻജന്റ് ഏതാണ്? എം ക്യൂ. അപ്പോൾ അതിന്റെ സ്ക്വയർ അല്ലേ, എം ക്യൂവിന്റെ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. വേറൊരെണ്ണം കൂടി പറയാം. ശ്രദ്ധിച്ചു, ഒരു സർക്കിൾ, ഒരു ലൈൻ വരച്ചു, ഒരു ടാൻജന്റ്. പേര് കൊടുക്കാം എ ബി സി ഡി. ഇത് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എങ്ങനെ വരും? വേഗം പറഞ്ഞു, എ സി ഇൻറ്റു എ ഡി അല്ലേ, എ സി ഇൻറ്റു എ ഡി ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ?
ടാൻജന്റ് എന്താണോ അതിന്റെ സ്ക്വയർ AB സ്ക്വയർ. അപ്പൊ ഇക്വേഷൻ എഴുതേണ്ട മനസ്സിലായല്ലോടാ. എങ്ങനെയാണ്? PA × PB = PC സ്ക്വയർ. ആ സ്ക്വയർ എടുക്കുന്നത് ടാൻജന്റ് ആയിരിക്കണം അല്ലെങ്കിൽ തൊടുവര ആയിരിക്കണം. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. വളരെ എളുപ്പമാണ്. ഇതേ നോക്കിയടാ. നമ്മുടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഒരു സർക്കിളിന്റെ അകത്ത് ഈ വരച്ചിരിക്കുന്ന ഒരെണ്ണം ടാൻജന്റ് ആണ്, ഇതൊരെണ്ണം ലൈനാണ്. അപ്പൊ ഏത് ഇക്വേഷൻ ആണെന്ന് ഓർമ്മ വരണം. ഇപ്പൊ പറഞ്ഞത് CD ഈസ് ദ ടാൻജന്റ് ഓഫ് ദ സർക്കിൾ. CD വൃത്തത്തിന്റെ തൊടുവരയാണ്. CD ടാൻജന്റ് ആണ്, CD തൊടുവരയാണ്. പിന്നെ അവർ തന്നിരിക്കുന്ന നോക്കിയേ, CB = 4 സെന്റിമീറ്റർ. നമുക്ക് എഴുതാം. CB എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെ എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എഴുതി. അടുത്തത് BA = 5 സെന്റിമീറ്റർ. BA എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇത് എത്ര സെന്റിമീറ്റർ ആണ്? 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അതും എഴുതി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് CD. CD-യുടെ നീളം കണ്ടുപിടിക്കുക. CD-യുടെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, ഇത് ഒരെണ്ണം ടാൻജന്റും ഒരെണ്ണം ലൈനുമാണ്. അപ്പൊ ആദ്യം തന്നെ എന്ത് ചോദ്യം ആയിക്കോട്ടെ, ആദ്യം തന്നെ ആ ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ഇക്വേഷൻ എങ്ങനെ എഴുതണം? ലൈനിന്റെ ഇക്വേഷൻ ആദ്യം എടുക്കുക. CB × CA മുഴുവൻ എടുക്കണേ. അപ്പൊ എന്താണ്? CB × CA = അടുത്തത് എന്താണ്? CD-യുടെ സ്ക്വയർ, ടാൻജന്റിന്റെ സ്ക്വയർ. കേട്ടല്ലോ. ഇനി CB അവർ തന്നിട്ടുണ്ട്. CB എന്ന് പറഞ്ഞാൽ ഇത്രയല്ല, എത്ര സെന്റിമീറ്റർ ആണ്? 4 × CA അവർ തന്നിട്ടില്ല. പക്ഷെ ഈ ഫിഗർ ഒന്ന് നോക്കിയേ. CA എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെ അല്ലേ? അല്ലേടാ. CA ഇവിടുന്ന് ഇവിടം വരെ 4 ആണ്, ഇവിടുന്ന് ഇവിടം വരെ 5 ആണ്. അപ്പൊ ടോട്ടൽ എത്ര സെന്റിമീറ്റർ ആണ്? 9 സെന്റിമീറ്റർ. ഫിഗർ നോക്കി എടുക്കാമല്ലോ, ഭയങ്കര എളുപ്പം. അപ്പൊ CA എത്രയാണ്? 9 സെന്റിമീറ്റർ. ഈക്വൽ എത്രയാണ്? CD സ്ക്വയർ. 9 × 4 എത്രയാണ്? 36 = CD സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? CD സ്ക്വയർ ആണ് 36. അപ്പൊ CD കണ്ടുപിടിക്കാൻ എന്തെടുത്താൽ മതിടാ? 36ന്റെ റൂട്ട് എടുത്താൽ മതി അല്ലേ? സ്ക്വയർ ആയതുകൊണ്ട് റൂട്ട് എടുത്താൽ മതി. അപ്പൊ ആൻസർ എത്ര കിട്ടി? 36ന്റെ റൂട്ട് എത്രയാണ്? 6 സെന്റിമീറ്റർ. കേട്ടല്ലോ. ഇത്ര ഉള്ളൂ പരിപാടി. ഭയങ്കര എളുപ്പമല്ലേ? അപ്പൊ ഈ മോഡലിൽ ചോദ്യങ്ങൾ ഉറപ്പായിട്ടുണ്ടായിരിക്കും. നിർബന്ധമായിട്ടും ഇക്വേഷൻ പഠിക്കുക. ഇക്വേഷൻ എങ്ങനെയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യം, ടാൻജന്റിന്റെ തൊടുവരയുടെയാണ് സ്ക്വയർ എടുക്കേണ്ടത്. അപ്പോൾ CB × CA = CD സ്ക്വയർ. ഭയങ്കര എളുപ്പമല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ.